ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗിൽബിച്ചാൻ്റെ പാചകപ്പുരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് ബ്രെഡ് ഓംലെറ്റ്. വെറും 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഘുഭക്ഷണമാണ് ബ്രെഡ് ഓംലെറ്റ്. 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് സവാള, പച്ചമുളക് ഇത് വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. സവാളയും പച്ചമുളകും എന്നിട്ട് 4ആയിട്ട് കീറിയിട്ട് അതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അത്രയും വലിപ്പം മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം നമുക്ക് ഈ 2 ബ്രെഡുണ്ട്, ആ ബ്രെഡിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. ആ സൈഡൊക്കെ ഒന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഒന്ന് ചൂടാക്കി ആദ്യം റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് സ്കൂളിലേക്ക് കൊടുക്കുന്ന മക്കൾക്കൊക്കെ കൊടുത്തു വിടാനും ഓഫീസിലൊക്കെ പോകുന്നവർക്കും പെട്ടെന്ന് രാവിലെ റെഡിയായി പോകുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വിഭവമാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ബസ്സിലോ ട്രെയിനിലൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് കയ്യിൽ കരുതിയിരുന്നാൽ ഒരു ലഘുഭക്ഷണമായിട്ട് നമുക്ക് ഇടയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ സിമ്പിളായിട്ട് 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ ബ്രെഡ് ഒന്ന് ഇതേ കണക്കേനെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇതുണ്ടല്ലോ, ഇത്രയും സാധനം മതിയാവും. നമുക്ക് വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 2 മുട്ട എടുത്തിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് പച്ചമുളകും സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നതിന് നമ്മൾ ഈ സവാളയൊക്കെ അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്ന കണക്ക് അത്രയും വലിപ്പമൊന്നും വേണ്ട, വളരെ ചെറുതായിട്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ പാനിൽ ഒരല്പം എണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള മുട്ട, പച്ചമുളക് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള അതിന് കണക്കിന് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തോണേ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ പാനിലേക്ക് ഒഴിക്കുക. പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സൈഡിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. വളരെ നൈസായിരിക്കണം. ഇതാണ് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് മടക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ വളരെ നൈസായിരിക്കണം. ഒന്ന് ചൂടാക്കിയിട്ട് സാധാരണ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതിയാവും. ഇനി നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് അതിൻ്റെ പുറത്തേക്ക് വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ ബ്രെഡ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ ഒരു ബ്രെഡിൻ്റെ പുറത്തായിട്ടാണ് മറ്റതും ചുറ്റി വയ്ക്കുന്നത്. അത് കാരണം ഒരല്പം ഗ്യാപ്പ് ഇട്ട് വയ്ക്കുക, അടുക്കി വയ്ക്കാതെ ഈ ഒരു ഗ്യാപ്പിനകത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മളതിൽ സോസ് ഉണ്ടെങ്കിൽ, ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കുറച്ച് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. കുറച്ചൊന്ന് അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ടൊമാറ്റോ സോസാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ സൈഡ് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇതിൻ്റെ പുറത്തേക്ക് മടക്കി വയ്ക്കുക. 2 സൈഡ് ഓംലെറ്റിൻ്റെ 2 സൈഡ് എടുത്തിട്ട് ഇതേ കണക്കാണ് ഈ ബ്രെഡിൻ്റെ പുറത്തേക്ക് ആക്കി വയ്ക്കുക. കണ്ടില്ലേ, ഇതേ കണക്ക്. എന്നിട്ട് ഇതിനെ ഒരു സൈഡ് എടുത്ത് മറു സൈഡിലേക്ക് അങ്ങ് വയ്ക്കുക. ഒരു ബ്രെഡിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ഓംലെറ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനൊന്നൊരു ഭംഗി കൂട്ടാനായിട്ടും കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടും ഇതിനകത്ത് കോണോട് കോണ് തിരിച്ചിട്ട് നമുക്ക് ഈ ചട്ടും കൊണ്ട് തന്നെ ഒന്ന് കീറിയെടുക്കുക. ഇത് കണക്കൊന്ന് കീറിയെടുക്കുക. ആയിക്കഴിഞ്ഞു, ബ്രെഡ് ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ബ്രെഡ് ഓംലെറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഓഫീസിൽ പോകുന്നവർക്കോ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 4 മണി സ്നാക്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കുക. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക്സ്.